ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇസ്ലാം മതത്തെ വിമർശിക്കുന്നു, ഹിന്ദു മതത്തെ വിമർശിക്കുന്നു, ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ മതവികാരം വ്രണപ്പെടുന്നത് ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ്? അതിൽ വിഡ്ഢിത്തങ്ങളും വഷളത്തരങ്ങളും വിവരക്കേടുകളും കൂടുതലായതുകൊണ്ട്, മത തീവ്രവാദ ചിന്താഗതികൾ അധികമായതുകൊണ്ട്. അതുമാത്രമാണ് അള്ളാഹു നേരിട്ടിറക്കിയ സ്ട്രെയിറ്റ് പാത്ത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്. ഇസ്ലാം മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള പാത എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്നത് കൊണ്ട്. അത്തരത്തിലുള്ള പ്രമാണ ഗ്രന്ഥങ്ങൾ ഇന്നും മൂലഗ്രന്ഥമായി ഇസ്ലാം മതത്തെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തുന്നത് കൊണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്കിതിൽ പറയാൻ. ഒരു ബൈബിൾ പുറത്ത് പബ്ലിക്കിൽ കത്തിച്ചാൽ എന്തു സംഭവിക്കും? ഒരു ഭഗവത്ഗീത കത്തിച്ചാൽ എന്തു സംഭവിക്കും? ഒരു ഖുർആൻ കത്തിച്ചാൽ എന്തു സംഭവിക്കും? നമുക്കറിയാം. ഇതൊന്നും കത്തിക്കാനുള്ള ആഹ്വാനങ്ങളല്ല പലയിടത്തും നടന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പടച്ചവനെ എത്ര പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു മതവികാരവും വ്രണപ്പെടില്ല. എന്നാൽ വാഴ്ത്തപ്പെട്ട അപ്പോസ്തലനായ മുഹമ്മദ് നബിയെ പറഞ്ഞാൽ പലപ്പോഴും മുഹമ്മദ് നബി തന്നെയാണോ അള്ളാഹു എന്ന് തോന്നിപ്പോകുമാറാണ് നമ്മുടെ ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത്? വിമർശിക്കുന്നവർക്ക് കൊടുക്കാൻ ഇസ്ലാം മതവിശ്വാസികളുടെ കയ്യിൽ, പണ്ഡിതന്മാരുടെ കയ്യിൽ വ്യക്തമായ ഉത്തരങ്ങളില്ലാതെ വരുമ്പോൾ അവർ ആയുധങ്ങൾ കയ്യിലെടുക്കാൻ തയ്യാറാകുന്നു. ഇപ്പോ ഞാൻ ജനിച്ചത് ഇസ്ലാം മതത്തിലാണ്, പഠിച്ചത് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണ്, പഠിപ്പിച്ചത് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്കറിയുന്ന വിഷയങ്ങളല്ലേ എനിക്ക് ആധികാരികമായി സംസാരിക്കാൻ കഴിയൂ. നമുക്കറിയാം, ഈ മതങ്ങളെല്ലാം തന്നെ മനുഷ്യനെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്നും മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ പരിശ്രമങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കാണാത്ത ദൈവത്തിൽ പലതും അർപ്പിച്ച് ജീവിക്കുമ്പോൾ അവൻ എന്തുകൊണ്ടാണ് അവന് സംഭവിച്ച നേട്ടങ്ങളും കോട്ടങ്ങളും എന്ന് പഠിക്കാൻ സാധിക്കാതെയാണ് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പല വിഷയങ്ങളും വിമർശിക്കുമ്പോൾ ന്യായീകരണ തൊഴിലാളികൾ വരാറുണ്ട്. ഇപ്പോ മുലകുടി പ്രായവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മൾ എടുക്കുമ്പോൾ, പ്രായപൂർത്തിയായവന് മുല കൊടുക്കാം എന്ന ഒരു ഹദീസ് നമ്മൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ, ഇസ്ലാം മത വിമർശകർക്ക് മറുപടിയുമായി വരുന്ന പണ്ഡിതന്മാര് പറയുന്നത് കറന്നു കൊടുക്കാനാണ് പറഞ്ഞത്. ഇതെന്താ, പശുവോ? കൊണ്ടുപോയി ആലയിൽ നിർത്തി കറന്നിങ്ങ് പാലെടുക്കാൻ അങ്ങനെയാണ് പറയേണ്ടതെന്ന് പറയും. അപ്പൊ ആയിഷ എങ്ങനെയാണ് മുലകുടി ബന്ധത്തിലൂടെ സഹോദരന്മാരെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അവർ ബബ്ബടിക്കും. കാരണം ആയിഷ പ്രസവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അള്ളാഹു വളരെ വ്യാപൃതനായി ധൃതി കാണിക്കുന്നവനായി നമുക്ക് കാണാം മുഹമ്മദ് നബിയുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ. മുഹമ്മദ് നബി എന്താണോ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ തന്നെ സാധിച്ചു കൊടുക്കുന്നു. ഇങ്ങേയറ്റം കുറെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നു, ഇവര് പെട്ടെന്ന് പോകുന്നുമില്ല. അപ്പോ മുഹമ്മദ് നബി ആഗ്രഹിക്കുന്നു അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ. അപ്പോൾ തന്നെ അള്ളാഹു വാനലോകത്ത് നിന്ന് നായത്തിറക്കുന്നു, നിങ്ങൾ വേഗം സ്ഥലം വിട്ടോണോ കേട്ടോ. അത്രമാത്രം വിഷയങ്ങൾ പറയാനാണോ ഈ ഖുർആൻ അവതരിച്ചത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട്. അപ്പോ അള്ളാഹു അതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയില്ല. ലോകവിശ്വാസികൾ ഒന്നടങ്കം മലക്കുകളും ഒക്കെ ഇത്രയും കാലവും പ്രാർത്ഥിച്ചിട്ടും ഇതുവരേക്കും കാരുണ്യവും സമാധാനവും ലഭിക്കാത്ത ഒരു പ്രവാചകനെ നമുക്ക് ഖുർആനിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അപ്പോ നമുക്കറിയാം, ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 5 നേരത്തെ പ്രാർത്ഥനയാണ്, നമസ്കാരം. അപ്പോ ഈ നമസ്കാരം, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിർബന്ധ നമസ്കാരം എന്ന് പറയുന്നത് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം. സ്വർഗത്തില് പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ആദ്യം എടുക്കുന്ന നമസ്കാരത്തെ കുറിച്ചിട്ടാണ്. സ്വർഗത്തിന്റെ താക്കോലാണ് നമസ്കാരം. അങ്ങനെ നമസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ നമസ്കാരം എന്ന് പറയുന്നത് കൃത്യമായി എത്ര സമയം നമസ്കരിക്കണം, എങ്ങനെ നമസ്കരിക്കണം, എത്ര റക്അത്ത് നമസ്കരിക്കണം എന്ന് പറയാൻ മറന്നുപോയ പടച്ച റബ്ബ് മുഹമ്മദ് നബി വിവാഹം കഴിച്ച പെണ്ണുങ്ങൾ, മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പെണ്ണുങ്ങളെ ആരും കെട്ടരുത് എന്ന് പറയാൻ മറന്നിട്ടില്ല. മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരുമ്പോൾ മുഹമ്മദ് നബി ക്ഷണിച്ചെങ്കിലേ വരാൻ പാടുള്ളൂ, വലിഞ്ഞു കയറി വരരുത് എന്ന് പറയാൻ മറന്നിട്ടില്ല.
ഇനി നബി ക്ഷണിച്ചിട്ട് വന്നാലോ എന്തെങ്കിലും തിന്നോണം, സ്ഥലം വിട്ടോണം എന്ന് പറയാൻ മറന്നിട്ടില്ല എന്നത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വിമർശിച്ചു പോകുന്നത്. ഓരോ മുസ്ലിമും നിർബന്ധമായും ഒരു ദിവസം 5 നേരം അനുഷ്ഠിക്കേണ്ടുന്ന നിർബന്ധ കർമ്മമാണ് നമസ്കാരം. അത് പള്ളിയിൽ വെച്ച് തന്നെയാകണം. അതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. പള്ളിയിൽ പോകേണ്ടാത്ത ചില സന്ദർഭങ്ങളുണ്ട്. മഴ, ഭയങ്കര ഭയം, അതല്ലെങ്കിൽ മാറാ രോഗവുമായിട്ട് ബുദ്ധിമുട്ടുക. ഒരു അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന് പറയുന്ന ഒരാൾ വന്ന് പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകനെ, എനിക്ക് പള്ളിയിലേക്ക് പോകാൻ സാധിക്കില്ല, ഞാൻ അന്ധനാണ്, എങ്ങനെയാണ് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകുന്നത്? അപ്പൊ പ്രവാചകൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു, ബാങ്ക് നിനക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ നിനക്ക് പള്ളിയിൽ പോകുന്ന നിർബന്ധമാണ്. അങ്ങനെ പോലും ഒരു എക്സ്ക്യൂസ് ലഭിക്കാത്ത ഇസ്ലാമിലെ നിർബന്ധ കർമ്മമാണ് നമസ്കാരം. അങ്ങനെ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ, സാമൂഹികമായ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മുടക്കരുത്. അത് നിർബന്ധമാണ്. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. അത് പള്ളിയിൽ തന്നെ പോയി ചെയ്യണം. അതാണ് ഇവിടുത്തെ നിർബന്ധ കർമ്മം എന്നതും നമ്മൾ മറക്കരുത്. ഇനി എന്തെങ്കിലും തരത്തിൽ അസുഖം ബാധിച്ചവരാണ്, ബുദ്ധിമുട്ടുണ്ട്, ഒരു രക്ഷയുമില്ല, എഴഞ്ഞിട്ടാണെങ്കിലും പള്ളിയിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഇനി അത്രമാത്രം രോഗമാണെങ്കിൽ ഒരു എക്സ്ക്യൂസ് അള്ളാഹു കൊടുത്തിട്ടുമുണ്ട്. ഇതൊക്കെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചാലാണ് പ്രതിഫലം കിട്ടുക, നിസ്കരിച്ചാൽ അള്ളാഹു സ്വർഗം തരുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾക്കാർ, ഇവര് എന്തെങ്കിലും തരത്തിൽ ഇവർക്കൊരു ബുദ്ധിമുട്ട്, ഇവർക്കൊരു രോഗം, ഇതൊക്കെ ബാധിച്ചാല് ഇവരെന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും പള്ളികളിലേക്ക് പോകും. എന്തിനു? നിസ്കരിക്കാനല്ല, മറിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോ ഏത് സാഹചര്യത്തിലും സീസറിനുള്ളത് സീസറിന് തന്നെ കിട്ടണം. നിങ്ങൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യം എന്റെ വിഷയമേ അല്ല, മറിച്ച് നിങ്ങൾ എന്നെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം, എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. ഇനിയും ഇത്തരക്കാർ, ഇപ്പൊ ഒരു കൈയില്ലാത്തവര്, അതല്ലെങ്കിൽ കാലില്ലാത്തവര്, അന്ധനായ ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവര് നമസ്കരിക്കുന്നത് കണ്ടാൽ ഉടനെ ഒരു വീഡിയോ എടുക്കും, അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആ ഷെയർ ചെയ്ത് കാണുന്നവരൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടാലും അവരൊക്കെ ആമീൻ 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 ഇങ്ങനെ എഴുതി വിടാനും മറക്കാറില്ല. ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ചില ഇസ്ലാമിക പ്രമാണങ്ങളാണ്. അതായത് നമുക്ക് എടുക്കേണ്ടത് ഖുർആനിലെ ഒരു വാചകം എടുക്കണം. അതിനു മുമ്പായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ നാടുകളില് അപ്പോ രോഗിയായവരുണ്ട്, എന്തെങ്കിലും തരത്തിൽ മാറാരോഗങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇപ്പൊ കിടപ്പ് രോഗികള്, അവരൊക്കെ സാധാരണ നമസ്കാരം ഒഴിവാക്കാറുണ്ട്. ഇപ്പൊ മൂത്രമൊഴുക്കിന്റെ അസുഖമൊക്കെ ഉള്ളവർ, അങ്ങനെയൊക്കെയുള്ളവർ സാധാരണ ഇതിൽ നമസ്കാരം ഒഴിവാക്കാറുണ്ട്. ഇത് ഒരിക്കലും പടച്ചോൻ അനുവദിച്ചു തരില്ല. കാരണം നമസ്കാരം ഒഴിവാക്കാനേ പാടില്ല. ഇങ്ങനെ ഈ മനുഷ്യൻ മരിച്ചു കിടന്ന് ആരാധിക്കുന്നത് കൊണ്ട് ഉൾപ്പുളകിതനാകുന്ന ഒരു പടച്ച റബ്ബിനെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കാരണം ഇവൻ ഏത് അവസ്ഥയിലാണെങ്കിലും, ഇവൻ എത്ര വേദന അനുഭവിക്കുന്നവനാണെങ്കിലും ശരി, ഇവൻ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവെ, നീ അല്ലാതെ ആരാധ്യനില്ല, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ് നാഥ, നീ അല്ലാതെ ഒരു ആരാധ്യനില്ല, നിനക്കാണ് സർവസ്തുതിയും, നീ പരിശുദ്ധൻ. ഇങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ വാഴ്ത്തണം, പുകഴ്ത്തണം. ഇതുകൊണ്ട് അള്ളാഹു ഇങ്ങനെ വല്ലാത്ത ആത്മനിർവൃതി അടയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പിടിച്ചു വാങ്ങേണ്ടുന്ന ഒരു കാര്യമാണോ ആരാധന എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. അപ്പോ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലും അവൻ നമസ്കരിക്കണം. കാരണം എന്താ? അവൻ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു ഇവന്റെ മുന്നിൽ പ്രസാദിക്കുന്നത്. അള്ളാഹു സംപ്രീതനായിരിക്കുകയും അതോടൊപ്പം ഇവൻ ചോദിക്കുന്നത് നൽകുകയും, അതായത് ഇവന്റെ രോഗത്തിന് ശമനമായിരിക്കും ഇവൻ ചോദിക്കുന്നത്. ആ തീക്ഷ്ണമായ ഒരു അവസ്ഥയിൽ കിടന്ന് അവൻ അള്ളാഹുവിനെ ഇങ്ങനെ പാടി പുകഴ്ത്തണം. എന്നാൽ മാത്രമേ അവന്റെ രോഗം അള്ളാഹു ശമിപ്പിക്കൂ എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഏത് രോഗവും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് അള്ളാഹു ഒരു രോഗം നൽകുന്നത് അവന് അനുഗ്രഹമാണ്.
ആ വസ്തുതയാണ് നമ്മൾ അറിയേണ്ടതത്രേ. അങ്ങനെ രോഗം നൽകി, ബുദ്ധിമുട്ട് നൽകി, നമ്മളെ വിഷമിപ്പിച്ച് അത് എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണ്? അത് ശാപമെന്നല്ലേ നമ്മുടെ ഭാഷയിൽ പറയുക. അപ്പോ ഇനിയും ഖുർആൻ പറയുന്നത് നോക്കിയാൽ ഈ ലോക ജീവിതം, ഐഹിക ജീവിതം എന്നത് തന്നെ നമ്മളെ പരീക്ഷിക്കാനുള്ളതാണെന്നാ പറയുന്നത്. നമുക്ക് ആ ഖുർആൻ വാചകത്തിലേക്ക് പോകാം. നമുക്ക് 67-ാം അധ്യായമായ സൂറത്ത് മുൽക്കിലേക്ക് പോകണം. അൽ മുൽക്ക് എന്ന അധ്യായം. അതിന് സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെയാണ്: തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് തുടക്കം തന്നെ. ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അത് ഏത് കാര്യത്തിനാണെന്നുള്ളത് താഴെ പറയും, നോക്കാം. 2, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി, എന്താണ് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ, അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ്. അത് പറഞ്ഞു കേട്ടില്ലേ? അള്ളാഹു തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുവാണ്, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഇത് പടച്ചോൻ പറയുന്നതാണ്. പടച്ചോനെ കുറിച്ചിട്ട് അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇത് ഒരാളിന്റെ കഴിവ് അംഗീകരിക്കേണ്ടത് വേറൊരാളല്ലേ? ഇതൊരു സൃഷ്ടാവിന്റെ കഴിവ് സൃഷ്ടാവ് തന്നെ എടുത്തെടുത്ത് നമ്മളോട് പറയാണ്. എങ്ങാനും സൃഷ്ടികൾ സംശയിച്ചാലോ? അങ്ങനെ പോലും ഒരു സംശയത്തിന് ഇട കൊടുക്കാത്തവണ്ണമാണ് പടച്ചവന്റെ ഓരോ കരുനീക്കങ്ങളും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത എന്താണ്? നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ, അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാണ്. ഇത് പടച്ചോൻ പറയുന്നതാണ് പടച്ചോനെ കുറിച്ചിട്ട്. കാരണം പടച്ചോനെ കുറിച്ചിട്ട് വേറെ ആരും അഭിപ്രായം പറയുന്നില്ല. പിന്നെ പടച്ചോൻ എന്ത് ചെയ്യും? പടച്ചോനെ കുറിച്ച് പടച്ചോനങ്ങ് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പടച്ചോൻ അറിയില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? കാരണം പരീക്ഷിച്ചാൽ മാത്രമേ പടച്ചോൻ അറിയൂ ഇവരിൽ ആരാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നവൻ, ആരാണ് മോശമായിട്ട് പ്രവർത്തിക്കുന്നവൻ. പടച്ചോന് നേരത്തെ അറിയില്ല. അപ്പോൾ ആലിമുൽ ഗൈബ് എന്ന കപട വാദം ഇവിടെ പൊളിഞ്ഞു വീഴുന്നു. അദൃശ്യം അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറയണമെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുമെന്നും MM അക്ബർ മുജാഹിദ് ബാലുശ്ശേരിയും എങ്ങനെ പ്രവർത്തിക്കുമെന്നും കൃത്യമായി അറിയുന്ന ഒരു പടച്ച റബ്ബ് എന്നെ ഇങ്ങനെയാക്കിയിട്ട്, എന്നെ എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ തന്നെ എന്ത്, എപ്പോൾ, എങ്ങനെ, ആരോട് എത്ര പ്രവർത്തിക്കണം എന്ന് എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പടച്ച റബ്ബ് എങ്ങനെയാണപ്പാ നരകം വെച്ചിട്ട് എന്നെ ശിക്ഷിക്കുക? പരലോകത്ത് എങ്ങനെയാണ് എന്നെ ശിക്ഷിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഖബറിൽ എന്നെ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കാൻ സാധിക്കുന്നത്? അപ്പോ മുജാഹിദ് ബാലുശ്ശേരിക്കും MM അക്ബറിനും ഒക്കെ സ്വർഗവും കൊടുത്ത്, പാലും തേനും ഹൂറികളുമുള്ള സ്വർഗം, മധ്യപ്പുഴയുള്ള സ്വർഗം, എനിക്കാണെങ്കിലോ പാമ്പും തേളും ഒക്കെയുള്ള മനുഷ്യനും കല്ലുകളും ഇന്ധനങ്ങളായി എരിയുന്ന നരകവും തന്ന പടച്ച റബ്ബിന്റെ നീതിയെ കുറിച്ചിട്ടാണ് എനിക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിക്കാനുള്ളത്. അപ്പോ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പടച്ചോൻ അറിയില്ല. അറിയാത്തവനാണല്ലോ ഒരു പരീക്ഷയുടെ ആവശ്യമുള്ളത്. അപ്പോ മരണവും ജീവിതവും സൃഷ്ടിച്ച് ചില ആൾക്കാരെ പടച്ചോൻ മരിപ്പിച്ചു, ചില ആൾക്കാരെ പടച്ചോൻ ജീവിപ്പിച്ചു. ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ ഒരാളെ കൊന്നു, അയാൾ ജീവിച്ചിരുന്ന ഒരുപക്ഷെ മോശക്കാരനായി തീരുമത്രേ. അയാൾ മോശക്കാരനായി ചാവണം, അതല്ലെങ്കിൽ ജീവിക്കുമ്പോൾ അവൻ അവസാനം വരേക്ക് മോശക്കാരനാകണം എന്ന് എഴുതി വെച്ച പടച്ചവനെക്കാട്ടിൽ മോശക്കാരനാണോ ഈ പ്രവർത്തിക്കുന്നവൻ? അപ്പോ ഇതൊക്കെയാണ്. ഇനി പടച്ചോനെ കുറിച്ചിട്ട് പടച്ചോൻ തന്നെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. പടച്ചോൻ തള്ളലിന്റെ ഉസ്താദാണല്ലോ. 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ. 7 ആകാശങ്ങളെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ചോദിക്കും നമ്മൾ കണ്ടിട്ടുണ്ടോ എല്ലാം എന്ന് ചോദിക്കും. ആരേലും കാണണ്ടേ? പരമകാരുണ്യകന്റെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ്. പരമകാരുണ്യകന്റെ ഈ പടച്ചോനാണ് നരകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. പരമകാരുണ്യകന്റെ ഈ കാരുണ്യവാനാണ് കുഞ്ഞു കുഞ്ഞു മക്കളെ മാറാരോഗങ്ങളുമായിട്ട് സൃഷ്ടിച്ചിട്ടിരിക്കുന്നത്. അംഗവൈകല്യങ്ങളുമായി കുഞ്ഞുങ്ങൾ കിടന്ന് നെട്ടോട്ടമോടുന്നത്, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന അനേകായിരം കുഞ്ഞുമക്കളെ നമുക്കറിയാം. കുഞ്ഞുമക്കളെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ?
മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി. ഈ മക്കളുടെ നീതി എവിടെ നിൽക്കുന്നു? ഈ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന നീതി എവിടെ? എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ അനുഭവിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാണ്ടിരിക്കുന്ന പടച്ചോൻ കാരുണ്യവാനാണത്രേ. ശരി, തള്ളിക്കോ. കാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. നമ്മൾ കാണുന്നുമില്ലല്ലോ. സയാമീസുകളെ നമ്മൾ കണ്ടിട്ടില്ല. ട്വിൻസുകള് എത്രയെല്ലാം അംഗവൈകല്യത്തോടുകൂടി ജനിക്കുന്നവർ, എന്തെല്ലാം രൂപത്തിൽ മാറാ രോഗങ്ങളുമായി, കണ്ണില്ലാതെ, കൈയില്ലാതെ, കാലില്ലാതെ, ഹൃദയമില്ലാതെ, മലദ്വാരമില്ലാതെ പോലും മക്കൾ ജനിച്ചിരിക്കുന്നു. ഇതൊന്നും പടച്ചവന്റെ ഒരു കുറവേ അല്ല എന്നാണ് പടച്ചവൻ പറയുന്നത്. സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവ്, അപ്പൊ പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല എന്ന് പറയുമ്പോൾ ഈ ഏറ്റക്കുറവ് കാണുന്നതൊക്കെ പടച്ചോനല്ല സൃഷ്ടിച്ചത് എന്നാണോ എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരണം. എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ. വല്ല വിടവും നീ കാണുന്നുണ്ട്? എന്ത് വിടവോ? നമ്മളാ ടൈപ്പല്ല. പടച്ചോൻ അങ്ങനെ സൃഷ്ടിക്കുന്നവനേ അല്ല. അതുകൊണ്ട് ഈ വിടവിൽ പടച്ചോന് പങ്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അതായത് പടച്ചോൻ നമുക്ക് ഈ രോഗങ്ങൾ തരുന്നത്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും പട്ടിണികളും കടബാധ്യതകളും വേണ്ടപ്പെട്ടവരുടെ മരണവും കൃഷിനഷ്ടവും അങ്ങനെ ഒട്ടനേകം വ്യാധികൾ ആകുലതകൾ നമുക്ക് നൽകുന്നത് എന്തിനാണ്? നമ്മൾ ഈ വിഷമത്തില് വിളിച്ചിങ്ങനെ പടച്ചോനോട് പ്രാർത്ഥിക്കുമല്ലോ. ഇപ്പൊ കുഞ്ഞു മരിച്ച ഉമ്മ, പടച്ചോനെ, ഈ വിളിയിൽ ധൃതങ്ക പുളകിതനാകുന്ന ഒരു റബ്ബിനെയാണ് ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. കാരണം പടച്ചോൻ നമ്മളെ പരീക്ഷിക്കുന്നത് തന്നെ എന്തിനാ? നമ്മളെ കൂടെ പ്രാർത്ഥിപ്പിക്കാനാ. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശമനം. സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ മക്കൾ വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോയി, ഓവർ സ്പീഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടി ആയിക്കോട്ടെ, ശ്രദ്ധയില്ലാതെ വന്നു. നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല, അങ്ങനെ ഇടിച്ചു വീണു. കുഞ്ഞിന് തലച്ചോറിന് ക്ഷതം പറ്റി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർ പറയുന്നു വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ, കുട്ടിയുടെ കാര്യമൊന്നും പറയാനായിട്ടില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. അപ്പോഴാണ് ഇവര് വിചാരിക്കുന്നത്, കണ്ടോ ഇതുവരെ പടച്ചോനില്ല എന്നും പറഞ്ഞ് നടന്നു. അതൊക്കെ ഒരു തരം പ്രയോഗങ്ങൾ മാത്രമാണ്. അതല്ലാതെ പടച്ചോൻ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ റോഡിൽ ആക്സിഡന്റ് നടന്ന സമയത്ത് തന്നെ അവിടെ ഇട്ടിട്ട് എല്ലാരും കൂടെ കൂട്ടിക്കിടന്ന് നെഞ്ചിടിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? അവിടെ കൂട്ടം ചേർന്ന് നിന്ന് പോരാ. അവർക്കും അറിയാം ഇതിനെ ആദ്യം എത്തിക്കേണ്ടത് ഹോസ്പിറ്റലിലാണ്, എന്നാലേ രക്ഷയുള്ളൂ എന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നിട്ട് ഉള്ളൊരുകി വിളിയാ പടച്ചോനെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാക്കി കൊടുത്തത് ഈ രക്ഷിതാവാണ്. ഈ കുഞ്ഞ് ഈ പ്രായത്തിൽ ഈ സമയത്ത് ഈ നിമിഷം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വണ്ടിയിൽ ഇന്ന ആളാൽ ആക്സിഡന്റ് ഉണ്ടാകണം എന്ന് എഴുതി വെച്ച റബ്ബിനോട് തന്നെയാണ് നമ്മൾ ഈ ചോദിക്കുന്നത്, എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്ന്. കുഞ്ഞിനെ ഇങ്ങനെ പെടുത്തിയത് പടച്ചോനാണ്. ചുരുക്കത്തിൽ പടച്ചോൻ പരീക്ഷിക്കുന്നതു തന്നെ എന്തിനാണ്? ഈ രോഗം തരുന്നത് തന്നെ എന്തിനാണ്? ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് തന്നെ എന്തിനാണ്? പിന്നീട് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് കേട്ട് ആത്മനിർവൃതി അടയാൻ വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഇനി പല ഖുർആൻ വാചകങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനുണ്ട്. അത് വഴിയാവാം. നന്ദി. നമ്മൾ കാണുന്നത് 21-ാം അധ്യായമായ അൽ അംബിയ പ്രവാചകന്മാർ എന്ന അധ്യായത്തിലെ 33-ാമത്തെ വാചകമാണ്. അവനത്രേ രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനി അടുത്ത നോക്കിക്കോളൂ. 34. നബിയെ, നിനക്കു മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ അനശ്വരത നൽകിയെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ നശിക്കുമോ? എന്താണ് പടച്ചോൻ ഈ പറഞ്ഞത്? ഇതൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് പടച്ചോൻ കഞ്ചാവാണെന്നൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയാ. പിന്നെ അവസാനം ജാമിത പടച്ചോനെ കഞ്ചാവെന്ന് പറഞ്ഞേന്നും പറഞ്ഞിട്ടായിരിക്കും ചെറുത് മുതൽ വലുത് വരെ എവിടെ തിരിഞ്ഞാലും പറയും. ഇവളുണ്ടല്ലോ, അവള് പടച്ചോനെ കഞ്ചാവെന്ന് പറഞ്ഞവളാ എന്ന് പറഞ്ഞിട്ടായിരിക്കും. പടച്ചോൻ അങ്ങ് പറഞ്ഞു പോയാ മതി. ഇത് വ്യാഖ്യാനിക്കേണ്ടി വരുന്ന, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ബുദ്ധിമുട്ടി പിന്നെയും വായിക്കേണ്ടി വരുന്ന നമ്മളല്ലേ ബുദ്ധിമുട്ടുന്നത്. അപ്പോ
ഇതിനു മുമ്പ് നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിനക്കനശ്വരത നൽകി എന്നല്ലേ മലയാള ഭാഷാ പ്രയോഗം, അങ്ങനെ തന്നെയല്ലേ? എന്നിരിക്കെ നീ മരിച്ചെങ്കിൽ അവർ നിത്യജീവികളായിരിക്കുമോ? അതായത് മുഹമ്മദ് നബി മരിച്ചു, നിനക്ക് അനശ്വരത നൽകുകയും ചെയ്തു, മറ്റവർക്കാണെങ്കിലും അനശ്വരത നൽകിയിട്ടുമില്ല, നീയേ ജീവിക്കത്തില്ല, പിന്നെ അവൻ ജീവിക്കുമോ? അയ്യോ, വന്ന വഴിക്ക് പടച്ചോനെ തല എവിടെയും മുട്ടിയോ. 35 ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഇതും ഇന്നത്തെ സയൻസിന് കേടാ. കാരണം സയനൈഡ് കഴിച്ചിട്ട് ഒരാളും ഇതുവരേക്കും സയനൈഡിന്റെ ടേസ്റ്റ് എന്താണ് എന്ന് എഴുതി വെക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും പടച്ചോൻ പറഞ്ഞത് പലതും ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്. അതുപോലെ ബോംബ് പൊട്ടിയൊക്കെ മരിക്കുന്നത് എന്തോ പടച്ചോൻ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ചിലപ്പോൾ വേദന അനുഭവിപ്പിക്കാൻ കഴിവുള്ളവനാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തള്ളലിനങ്ങ് ഇരുന്നു കൊടുക്കാം, പോട്ടെ. ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നതാണ്. നമ്മുടെ അടുത്തേക്കു തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഇതെന്ത് തരത്തിലുള്ള പടച്ചോനാ? ഒരു മനുഷ്യന് നന്മ നൽകൽ സൃഷ്ടാവായ കാരുണ്യവാനായ കരുണാനിധിയായ രക്ഷിതാവിന്റെ ബാധ്യതയാണ്, സമ്മതിക്കുന്നു. പടച്ചോൻ തന്നെ പറയുന്നുണ്ട്, സന്മാർഗം ഓരോരുത്തർക്കും നൽകൽ അള്ളാഹുവിന്റെ ബാധ്യതയാണെന്ന് ഖുർആനിൽ തന്നെയുണ്ട്. അപ്പോ തിന്മ നൽകിക്കൊണ്ടും പരീക്ഷിക്കും എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള പരീക്ഷണമാണ് പടച്ചോനെ? നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവന്റെ സൃഷ്ടികളായ മനുഷ്യൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്യുമെന്ന് കൃത്യമായി അറിയുന്ന ഒരു രക്ഷിതാവിന് എന്തിനാണ് ഒരു പരീക്ഷണം? അപ്പോ നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്ന് പടച്ചോൻ അറിയാനാണെന്നാണ് പടച്ചോൻ പറയുന്നത്. നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടും കേട്ടോ എന്നാ പറയുന്നത്. അല്ല, നമ്മൾ ചിലപ്പോൾ വിചാരിച്ചോളൂ നമ്മളെങ്ങാനും ഇബ്ലീസിന്റെ അടുത്തേക്ക് പോകുന്നതെല്ലാം വിചാരിച്ചാലൊന്ന് പടച്ചോൻ പേടിക്കുന്നുണ്ട്. പടച്ചോൻ അല്ലെങ്കിലും ഞാനാണ് കേട്ടോ പടച്ചോൻ, ഞാനാണ് കേട്ടോ പടച്ചോൻ, ഞാൻ അങ്ങനത്തവനാണ് കേട്ടോ, ഞാൻ ഇങ്ങനത്തവനാണ് കേട്ടോ, ഞാൻ കാരുണ്യവാനാണ് കേട്ടോ, ഞാൻ എല്ലാം അറിയുന്നവനാണ് കേട്ടോ, എനിക്ക് ധന്യതയുണ്ട് കേട്ടോ, ഞാൻ ധനാഢ്യനാണ് കേട്ടോ, ഇതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ് കേട്ടോ. ഇങ്ങനെ പടച്ചോന് തന്നെ പടച്ചോനെ കുറിച്ചൊരു വിശ്വാസം ഇല്ലാത്ത പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പടച്ചോൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന തേങ്ങയിടുന്ന പോലെ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് മൊത്തം പരീക്ഷണമാണ്. പരീക്ഷിക്കുവാണ് അല്ലാഹു. ചില ആൾക്കാർക്ക് സൗന്ദര്യം നൽകും, ചിലർക്ക് സമ്പത്ത് നൽകും, ചിലർക്ക് ഭയം നൽകും. അങ്ങനെ ഓരോരോ ജീവിത സുഖ സൗകര്യങ്ങൾ സമ്മിശ്രമായി നൽകി ചിലരെ അള്ളാഹു അങ്ങ് കൊമ്പത്തെടുത്തു വെക്കും. അധികാരം നൽകും, പണം നൽകും, അവർക്ക് ആവശ്യം ചിലപ്പോൾ പെണ്ണുങ്ങളായിരിക്കും, ചിലപ്പോൾ നബിയാക്കണമായിരിക്കും, എന്തു വേണമെങ്കിലും ചിലർക്കു നൽകും. ചിലർക്കാണെങ്കിലോ പടച്ചോൻ നൽകത്തുമില്ല. ഈ പടച്ചവനെയാണ് നമ്മള് നീതിമാൻ എന്ന് എല്ലാ അർത്ഥത്തിലും വിളിക്കുന്നത്. അപ്പോ ചിലരെ അള്ളാഹു ആരോഗ്യം നൽകി പരീക്ഷിക്കും, ചിലരെ ആണെങ്കിലോ രോഗം നൽകി പരീക്ഷിക്കും, ചിലർക്കാണെങ്കിൽ സുഖ സൗകര്യങ്ങൾ എമ്പാടും നൽകും, ചിലരെയോ തെരുവിൽ ഇങ്ങനെ ആരോ ചെയ്ത തെറ്റിന്റെ പേരിൽ ആ മക്കൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇവരിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സമ്പന്നനാണോ, ആരോഗ്യമുള്ളവനാണോ, രോഗിയാണോ, ദരിദ്രനാണോ, തന്തയില്ലാത്തവനാണോ, ഇവരിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പടച്ചോൻ അറിയില്ല. അതുകൊണ്ടാണ് പടച്ചോൻ ഈ ലോക ജീവിതം അവർക്ക് ആ രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ ആ പരീക്ഷണത്തിന്റെ ഭാഗമായി ഇവിടെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകും. പടച്ചോൻ തന്നെയല്ലേ പറഞ്ഞത്, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്നറിയുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അത്തരത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് പടച്ചോന. ഇനി ഒരു വാചകം കൂടി നമുക്കൊന്ന് നോക്കാം.